Dear students, welcome to Region PSK Daily Classes. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇക്വിലിബ്രിയം എന്നാണ്. സോ ഇക്വിലിബ്രിയം, ഓക്കെ. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന ടേം ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഇക്വിലിബ്രിയം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു പ്രോസസ്സ് നടക്കാമെന്ന് വിചാരിക്കാം. അതൊരു സപ്പോസ് നമ്മൾ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും നമ്മൾ പരസ്പരം കോൺടാക്റ്റിൽ വെക്കാമെന്ന് വിചാരിക്കാം. ഒരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും പരസ്പരം കോൺടാക്റ്റിൽ വന്നാൽ നമുക്കറിയാം ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫറിങ് സ്റ്റോപ്പ് ആവും. എന്താ കാരണം? രണ്ട് സബ്സ്റ്റൻസിലെയും ടെമ്പറേച്ചർ സെയിം ആയി. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും? ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ആഫ്റ്റർ ദാറ്റ് ആ പ്രോസസ്സ്, ദാറ്റ് ഈസ് ആ സമയം കഴിഞ്ഞ ശേഷം പിന്നെ ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കില്ല. രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഒരുപോലെ തന്നെ ആയിരിക്കും. ആ ടെമ്പറേച്ചർ പിന്നെ അങ്ങോട്ട് മാറില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇക്വിലിബ്രിയം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിപ്പോൾ സ്പീഡ് ആവാം, ടെമ്പറേച്ചർ ആവാം, വെലോസിറ്റി ആവാം, കോൺസെൻട്രേഷൻ ആവാം, പൊസിഷൻ ആവാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പെൻ ഇവിടെ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ടൈമിനനുസരിച്ച് ഈ പെന്നിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യണില്ല. ഓക്കെ, ദ പൊസിഷൻ ഓഫ് ദി പെൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ടൈമിനനുസരിച്ച് പുള്ളിക്കാരൻ്റെ വെലോസിറ്റി മാറുന്നില്ല എന്ന് പറയാം. ഇഫ് ഹീസ് ട്രാവലിംഗ് ഇൻ എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, ആക്സലറേഷൻ ഇല്ലെങ്കിൽ നടക്കുന്ന വെലോസിറ്റിയിലെ സ്പീഡ് സെയിം ആയിരിക്കും. അപ്പോൾ ടൈമിനനുസരിച്ച് അവിടെ എന്ത് മാറുന്നില്ല? വെലോസിറ്റി മാറുന്നില്ല. നമ്മൾ പെൻ ടേബിളിൻ്റെ പുറത്ത് വെച്ചാൽ ആസ് ടൈം പ്രൊസീഡ്സ് ദ പൊസിഷൻ ഓഫ് ദി പെൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, ടെമ്പറേച്ചർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടൈമിനനുസരിച്ച് ആ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിക്കുക. കുറേ സമയം വരെ അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ മെല്ലെ കുറയും. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ പിന്നെ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യില്ല? ചേഞ്ച് ആവില്ല. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ല എങ്കിൽ, ഇഫ് ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓർ ഇഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് time, then the position is called as equilibrium. Clear? അപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ തെർമോഡൈനാമിക്സിൽ സിസ്റ്റം എന്നൊരു ടേം പഠിച്ചിട്ടുണ്ട്. സിസ്റ്റം. ഓക്കെ, അപ്പോൾ സിസ്റ്റം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണോ ഡിസ്കസ് ചെയ്യുന്നത് അതിനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ബോയിലിംഗ് വാട്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ പാത്രത്തിനകത്ത് ബോയിലിംഗ് വാട്ടറാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിന് കുറേ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ഓർ എ സബ്സ്റ്റൻസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞു: ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, വെലോസിറ്റി, പൊസിഷൻ. ഓക്കെ, അപ്പോൾ ആ എന്ത് വേണം ചേഞ്ച് ആവാണ്ടിരിക്കാം. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ആവാണ്ടിരുന്നത് നമ്മൾ പറയാൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, ഒരു ഫാൻ കോൺസ്റ്റൻറ്റ് സ്പീഡ് കറങ്ങാണെന്ന് വിചാരിക്കുക. നമ്മൾ ഫാൻ ഓൺ ചെയ്തു, ഫാൻ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ടൈം പോകുന്നതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡിന് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഡൈനാമിക് ഇക്വിലിബ്രിയം. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ, സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയും ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ എന്ത് പ്രോപ്പർട്ടിയാണോ സമയത്തിനനുസരിച്ച് ചേഞ്ച് ആകാത്തത് അതനുസരിച്ച് നമ്മൾ ഓരോന്നിനും ഓരോരോ പേര് പറയും. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയം, ഡൈനാമിക് ഇക്വിലിബ്രിയം, അങ്ങനെ കുറേ പേര് പറയും. അതിൽ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ദെൻ ഇറ്റ് ഈസ് സ്പെസിഫിക്കലി കോൾഡ് ആസ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന ടേം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എന്ത് പ്രോപ്പർട്ടീനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഇക്വിലിബ്രിയം. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് വിച്ച് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ആൻഡ് ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് കോൺസെൻട്രേഷൻ, ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഡസ് നോട്ട് ഓർ ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇപ്പോൾ എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഡിസ്കസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ കുറിച്ച് കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. നമ്മൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. വി ക്യാൻ ക്ലാസിഫൈ റിയാക്ഷൻസ് ഇൻടു ടു കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഈസ് irreversible process.
Second one is reversible process. Okay, അപ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്, റിവേഴ്സിബിൾ റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ റിയാക്ഷൻസും. അപ്പോൾ എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ നോക്കിയോ? ഞാൻ ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടെ റിയാക്ട് ചെയ്യിച്ചിട്ട് വാട്ടർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് 2H2 + O2 gives 2H2. നമ്മൾ ഇവർക്കൊരു പേര് പറയും. ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ റിയാക്റ്റൻസ് എന്നും ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? പ്രോഡക്ട്സ് എന്നും വിളിക്കും. ഓക്കെ, the substance which are involving in a chemical reactions are reactants, and the substance which are produced as a result of chemical reaction are called as products. Okay, ഇവിടെ സംഭവിച്ചു നോക്കിക്കോ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നുണ്ട്. ദ പ്രോസസ് ഹാപ്പൻസ് ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായി വിചാരിക്കുക. ദാറ്റ് പ്രോസസ് ഹാപ്പൻസ് ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. അപ്പോൾ ഈ പർട്ടിക്കുലർ കണ്ടീഷനിൽ, ദാറ്റ് ഈസ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന ആ കണ്ടീഷനിൽ തിരിച്ച് നിങ്ങൾക്ക് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അറ്റ് എ പർട്ടിക്കുലർ കണ്ടീഷൻ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ. അപ്പോൾ ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻസിന് പറയുന്ന പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രോസസ് റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഓൺലി ഇൻ ടു പ്രൊഡക്ട്സ്. ഓക്കെ, അത്തരം റിയാക്ഷൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ആരോ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ആരോ മാത്രം കണ്ടാൽ മനസ്സിലാക്കുക ദാറ്റ് റിയാക്ഷൻ ഇസ് ഇറിവേഴ്സിബിൾ. ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ. ഓക്കെ, എന്താണ് റിവേഴ്സിബിൾ എന്ന് നോക്കാം നമുക്ക്. ഞാൻ ഹൈഡ്രജനെയും അയോഡിനെയും കൂടെ റിയാക്ട് ചെയ്യിച്ചിട്ട് HI ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ പ്ലസ് അയോഡിൻ ഗീവ്സ് 2HI. ഇങ്ങനെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇവിടുത്തെ റിയാക്ടൻസ് ഹൈഡ്രജനും അയോഡിനുമാണ്. പ്രോഡക്റ്റ് എന്താണ്? HI. ഓക്കെ, സോ ദീസ് ആർ റിയാക്ടൻസ് ആൻഡ് ദിസ് ഇസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇസ് കമ്പൈനിങ് ടു ഫോം HI. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുന്ന കണ്ടീഷൻ എന്താണോ, ദാറ്റ് ഈസ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് HI ഫോം ചെയ്യുന്ന അതേ സിറ്റുവേഷനിൽ, ദാറ്റ് ഈസ് അതേ കണ്ടീഷനിൽ അല്ലെങ്കിൽ അതേ ടെമ്പറേച്ചറിൽ ഈ ഫോം ചെയ്ത HI ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും അയോഡിനുമായിട്ട് മാറും. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഏത് കണ്ടീഷനിലാണോ റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്നത് അതേ കണ്ടീഷനിൽ പ്രോഡക്റ്റിനെ തിരിച്ച് റിയാക്ടൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും ഒരേ സമയം. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ എസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ റിവേഴ്സിബിൾ റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു ഡബിൾ ആരോ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു ഹാഫ് ആരോ, ഇങ്ങോട്ടൊരു ഹാഫ് ആരോ. ഇതാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സിംഗിൾ ആരോ ഉണ്ടാവും. അത് ഇറിവേഴ്സിബിൾ റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് റെപ്രസെൻറ്റ്സ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങൾ ചോദിക്കാം, വാട്ടർ നമുക്ക് തിരിച്ച് ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനാക്കി മാറ്റിക്കൂടെ? നമുക്ക് വാട്ടറിനെ അസിഡിഫൈഡ് വാട്ടർ ഇലക്ട്രോളിസിസ് നടത്തിയാൽ വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന ആ കണ്ടീഷനിൽ യു വോണ്ട് ബി ഏബിൾ ടു കൺവേർട്ട് വാട്ടർ ബാക്ക് ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ദാറ്റ് ഈസ് വൈ ദ റിയാക്ഷൻ ഈസ് കോൾഡ് എസ് റിവേഴ്സിബിൾ. അപ്പോൾ എല്ലാ റിയാക്ഷനെയും നമുക്ക് റിയാക്ടൻസിന് പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റ് നമുക്ക് തിരിച്ച് റിയാക്ടൻ്റാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അത് വേറെ കണ്ടീഷനിലാണ്. മനസ്സിലാണുണ്ടോ? പക്ഷെ ഇവിടെ എന്താണ്, ഹൈഡ്രജനും അയോഡിനും കമ്പൈൻ ചെയ്ത് HI ഉണ്ടാകുന്ന അതേ കണ്ടീഷനിൽ തന്നെ HI ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന പ്രോസസ്സ് നമ്മൾ എന്താ വിളിക്കും? ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. രണ്ട് ഡയറക്ഷനിലേക്കും നടക്കുന്ന, ഒരേ സമയം രണ്ട് ഡയറക്ഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. സിംഗിൾ ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഡബിൾ ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറും, തിരിച്ച് പ്രോഡക്റ്റ് റിയാക്ടൻസുമായിട്ട് മാറും. റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്ന റിയാക്ഷൻ നമ്മളൊരു പേര് പറയും ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, the reaction in which reactants are converted into products are called forward reaction. തിരിച്ച് പ്രോഡക്റ്റ് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടും പോകും, തിരിച്ച് പ്രോഡക്റ്റ് റിയാക്ട് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് റിയാക്ടൻസ് ആയിട്ട് മാറും. ഇതിന് നമ്മളൊരു പേര് പറയും backward reaction. So a reversible reaction consists of two different processes happening at the same time, forward reaction and backward reaction. In forward reaction, reactants will get converted into products
and in backward reaction products will get converted into reactants. Clear? ഒരു ഡിഫറൻസ് കൂടെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് റിവേഴ്സിബിൾ പറഞ്ഞു, ഇറിവേഴ്സിബിൾ പറഞ്ഞു, അപ്പോൾ റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാത്രം മാറും എന്ന് പറഞ്ഞു. ഈ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഓൾമോസ്റ്റ് ടു കംപ്ലീഷൻ. ഓൾമോസ്റ്റ്, അതായത് നമ്മളിപ്പോൾ എത്ര ഹൈഡ്രജനും ഓക്സിജനും കൊടുക്കുന്നുണ്ടോ അതും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 90-95% എന്തായിട്ട് മാറും, വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് കംപ്ലീഷനിലേക്ക്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന റിയാക്ഷൻസാണ്. പക്ഷേ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. എ റിവേഴ്സിബിൾ റിയാക്ഷൻ നെവർ കംപ്ലീറ്റ്സ്. ഒരു കാരണവശാലും റിയാക്ഷൻ കംപ്ലീറ്റ് ആവില്ല. അതായത് ഇപ്പോൾ റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ റിയാക്ടൻസിൻ്റെ അമൗണ്ട് ഇങ്ങനെ കുറയും, പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് കൂടും. ആ സമയത്ത് എന്ത് ചെയ്യും, പ്രോഡക്റ്റ് തിരിച്ച് ഡീകമ്പോസ് ചെയ്ത് റിയാക്ടനായിട്ട് മാറും. എഗെയിൻ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് വീണ്ടും റിയാക്ടനായിട്ട് മാറും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്ത് നിങ്ങളിപ്പോൾ എത്ര വർഷം ആ റിയാക്ഷൻ അങ്ങനെ കീപ്പ് ചെയ്താലും ദ റിയാക്ഷൻ വിൽ കണ്ടിന്യൂ ടിൽ ദാറ്റ്. ഓക്കെ, അപ്പോൾ എ റിവേഴ്സിബിൾ റിയാക്ഷൻ നെവർ ഗോസ് ടു കംപ്ലീറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ആവാത്ത റിയാക്ഷനാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഇറിവേഴ്സിബിൾ, എന്താണ് റിവേഴ്സിബിൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എന്താ വിളിക്കുക, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് കമ്പഷൻ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ all combustion reactions are irreversible. Then NaOH, sodium hydroxide ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്ത് NaCl പ്ലസ് വാട്ടർ കിട്ടുന്ന പ്രോസസ്സ് നമ്മൾ ഇതിൻ്റെ പേര് പറയും ന്യൂട്രലൈസേഷൻ പ്രോസസ്സ്. All neutralization process, all combustion process etc. are example for irreversible process. ഇപ്പോൾ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുന്നത് ഈ റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ, എന്താണ് റിവേഴ്സിബിൾ എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കെമിക്കൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ല എങ്കിൽ ദാറ്റ് പ്രോസസ് ക്യാൻ ബി കോൾഡ് എസ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദിസ് കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ഫിസിക്കൽ പ്രോസസ് and it can be applied in the case of chemical process. അപ്പോൾ നമുക്ക് പേര് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണെങ്കിലും ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഫിസിക്കൽ പ്രോസസ് ആൻഡ് കെമിക്കൽ പ്രോസസ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് കേൾക്കുമ്പോൾ അത് കെമിക്കൽ പ്രോസസ്സ് എന്ന് മാത്രം ഓർക്കരുത്. കെമിക്കൽ ഇക്വിലിബ്രിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, നമ്മൾ എന്ത് പ്രോസസ്സാണോ അവിടെ കൺസിഡർ ചെയ്യുന്നത് ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്തൊക്കെയാണോ ആ സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഫിസിക്കൽ പ്രോസസ് ആൻഡ് കെമിക്കൽ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോസസ്സിൽ എങ്ങനെ കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഇക്വിലിബ്രിയം applied to physical process or equilibrium applicable to physical process are known as physical equilibrium. അപ്പോൾ നമുക്ക് ആദ്യം ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ഫിസിക്കൽ പ്രോസസ്, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം that is the equilibrium that can be applied in the case of physical process. ഓക്കെ, ഫിസിക്കൽ പ്രോസസ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ആക്ച്വലി ദേ ആർ ഫേസ് ട്രാൻസിഷൻ പ്രോസസ്സ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. നമ്പർ 1, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. എന്താ പറഞ്ഞത്, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, H2O സോളിഡ്, H2O ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഒരു സോളിഡ് സബ്സ്റ്റൻസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്തു. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫേസ് ട്രാൻസിഷൻ പ്രോസസ്സ്, മെൽറ്റിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂഷൻ, ദെൻ ഇവോപ്പറേഷൻ,
ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് എന്താ വിളിക്കാം? സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡായിട്ട് മാറുകയാണ്. ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐസ്, ദാറ്റ് ഈസ് ഇത് ഐസാണ്, ഇത് വാട്ടറാണ്. അപ്പോൾ ഐസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? വാട്ടർ. ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നിങ്ങൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഐസ് പീസ് വെച്ചാൽ ഐസ് പീസ് മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് എത്രയാണ്? അതും 0 ഡിഗ്രിയാണ്. അപ്പോൾ 0 ഡിഗ്രിയിൽ വാട്ടർ ഫ്രീസ് ചെയ്ത് ഐസായിട്ട് മാറും. അതേ ടെമ്പറേച്ചറിൽ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് മാറും. ദാറ്റ് ഈസ് 0 ഡിഗ്രിയിൽ തന്നെ രണ്ട് പ്രോസസ്സ് നടക്കും. ഓക്കെ, ഇവിടെ മെൽറ്റിംഗ് എന്ന പ്രോസസ്സ് നടക്കും, ദാറ്റ് ഈസ് സോളിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമുക്കൊരു പേര് പറയാം. ദിസ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം അറ്റൈൻസ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് solid liquid equilibrium attains is known as the melting point of the solid and freezing point of the liquid. അപ്പോൾ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറും 0 ഡിഗ്രി തന്നെയാണ്, ഐസ് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും 0 ഡിഗ്രിയാണ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിക്കും? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി സോളിഡ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ ലിക്വിഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഐസ്, ദാറ്റ് ഈസ് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് മാറും, അതേസമയം തന്നെ വാട്ടർ മെൽറ്റ് ചെയ്ത് ഐസായിട്ട് മാറും. അപ്പോൾ ഇതാണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. പ്രോസസ് നമ്പർ 2, ലിക്വിഡ് ഗ്യാസ് ഓർ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഇത് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഒരു വേപ്പർ പ്രഷറിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ദാറ്റ് ഈസ് ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു ലിക്വിഡ് എടുത്ത് അതിനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ പുറത്ത് വേപ്പേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോസസ്സാണ്. ദാറ്റ് ഈസ് അവിടെ രണ്ട് ഫിനോമിനാസ് നടക്കും. ദാറ്റ് ഈസ് ഒന്ന് ഇവോപ്പറേഷനും വേറൊന്ന് കണ്ടൻസേഷനും. ഓക്കെ, ഇനിഷ്യലി റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ്റെ സ്പീഡ് കൂടുതലും കണ്ടൻസേഷൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. ആ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അപ്പോൾ വാട്ട് ഹാപ്പൻസ് അറ്റ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം? റേറ്റ് ഓഫ് evaporation is equal to a rate of condensation. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ് മീനിങ്. നമ്മൾ കെമിസ്ട്രിയിലെ സ്പീഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റേറ്റ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ഓർ സ്പീഡ് ഓഫ് ഇവോപ്പറേഷൻ വിൽ ബിക്കം ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് കണ്ടൻസേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഈ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത ശേഷം ഈ ലിക്വിഡ് ഈ സർഫസിൽ, ദാറ്റ് ഇസ് ആ വേപ്പർ ആ ലിക്വിഡിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് നമ്മളൊരു പേര് പറഞ്ഞു. എന്താണ്? വേപ്പർ പ്രഷർ. നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ വിച്ച് ഈസ് എൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ്. ആ ഇക്വിലിബ്രിയം എന്ന കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഇവോപ്പറേഷൻ കൂടുന്നു, അപ്പോൾ വേപ്പറിൻ്റെ അമൗണ്ട് കൂടുന്നു. കണ്ടൻസേഷൻ കൂടിയാൽ വേപ്പറിൻ്റെ അമൗണ്ട് കുറയും. റേറ്റ് ഓഫ് ഇവോപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും സെയിം ആണെങ്കിൽ ഇതിന് മേളിലുള്ള വേപ്പറിൻ്റെ അമൗണ്ടും താഴെയുള്ള ലിക്വിഡിൻ്റെ അമൗണ്ടും പിന്നെ അങ്ങോട്ട് മാറുക ഇല്ല. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ഇക്വിലിബ്രിയം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഉള്ള അമൗണ്ട് ഓഫ് വേപ്പർ, നമുക്കതിനെ കോൺസെൻട്രേഷൻ വരെ നമുക്ക് തൽക്കാലം ഇപ്പോൾ അമൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിക്വിഡിൻ്റെ പുറത്തുള്ള വേപ്പറിൻ്റെ അമൗണ്ടും ദാറ്റ് ഈസ് വേപ്പറിൻ്റെ കോൺസെൻട്രേഷനും ലിക്വിഡിൻ്റെ അമൗണ്ടും പിന്നെ അങ്ങോട്ട് ചേഞ്ച് ആവില്ല as time proceeds. That is what called liquid vapor equilibrium. ആ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിൽ ആ വേപ്പർ അപ്ലൈ ചെയ്യുന്ന പ്രഷർ നമ്മളൊരു പേര് പറഞ്ഞു വേപ്പർ പ്രഷർ. ക്ലിയർ? ദിസ് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ നമ്മളെ കണക്ഷൻ ഇതാണ്. വേപ്പർ പ്രഷർ P is equal to A into E raised to minus delta H by RT. Okay? P is equal to vapor pressure is equal to A into E raised to minus delta H by RT. Okay? ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് T ഇൻക്രീസ് ചെയ്താൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും അല്ലേ? ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും, അത് മൈനസ് ആണ്. അപ്പോൾ ദ ഹോൾ വാല്യൂ വിൽ ഇൻക്രീസ്. അപ്പോൾ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. നമുക്കതിനെ ലോഗ് ഫോമിൽ എഴുതിയാൽ ലോഗ് പി ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ ടി എന്ന് പറയാം. ഈ ഡെൽറ്റ എച്ച് എന്താണെന്ന് വെച്ചാൽ ദിസ് ഡെൽറ്റ എച്ച് ഇസ്
എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, ആ ലിക്വിഡിൻ്റെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആണ് ഡെൽറ്റ എച്ച്. ഓക്കെ, അപ്പോൾ ലോഗ് പി ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ ടി. ദെൻ ഈ ലോഗ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ കോമൺ ലോഗിലോട്ട് മാറ്റുകയാണെങ്കിൽ 2.303 log p is equal to 2.303 log a minus delta h by rt. രണ്ട് ടൈപ്പ് ലോഗ് ഉണ്ട്, ദാറ്റ് ഈസ് നാച്ചുറൽ ലോഗും കോമൺ ലോഗും. ഓക്കെ, എൽ എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് നാച്ചുറൽ ലോഗ്. അതിൻ്റെ ബേസ് ഇ ആണ്. അപ്പോൾ നിങ്ങളത് തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ എൽ ഒ ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ലോഗ്. ഓക്കെ, ഇതിൻ്റെ ബേസ് 10 ആണ്, ഇതിൻ്റെ ബേസ് ഇ ആണ്. ഈ രണ്ട് ലോഗും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും നാച്ചുറൽ ലോഗ് എഴുതിയാൽ അത് കോമൺ ലോഗ് എഴുതിയാൽ നാച്ചുറൽ ലോഗ് നിങ്ങൾ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് 2.303 ഇൻറ്റു കോമൺ ലോഗാണ് നാച്ചുറൽ ലോഗ്. നിങ്ങൾ എൽ എൻ റീപ്ലേസ് ചെയ്ത് എൽ ഒ ജി കൊണ്ടുവരുമ്പോൾ, നാച്ചുറൽ ലോഗിന് റീപ്ലേസ് ചെയ്ത് കോമൺ ലോഗ് കൊണ്ടുവരുമ്പോൾ അവിടെ എക്സ്ട്രാ എന്തുകൂടെ വരും, ഒരു 2.303 കൂടെ വരും. ഓക്കെ, അപ്പോൾ എൽ എൻ മാറി എൽ ഒ ജി വന്നാൽ എക്സ്ട്രാ 2.303 വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അവിടെ നിന്ന് 2.303 ഒഴിവാക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായി, ലോഗ് പി ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഡെൽറ്റ എച്ച് ബൈ 2.303 ആർ ടി. ഓക്കെ, അപ്പോൾ ഇതാണ് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ലോഗ് പി ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഡെൽറ്റ എച്ച് ബൈ 2.303 ആർ ടി, where delta H is the enthalpy of vaporization of a liquid. നമ്മൾ ഏത് ലിക്വിഡാണോ കൺസിഡർ ചെയ്യുന്നത് ആ ലിക്വിഡിന് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു വിചാരിക്കുക. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ഓക്കെ, മൈനസ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ എത്രത്തോളം കുറയുന്നുണ്ടോ അത്രത്തോളം ലോഗ് പിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഇൻക്രീസസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയ. നമ്പർ 3, തേർഡ് ഇക്വിലിബ്രിയം ഈസ് സോളിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം. ഇതിലൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഓൾറെഡി ഇല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവം മാത്രം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും വെച്ചാൽ there will be a solid, that is iodine, solid iodine gas. That is ഇവിടെ equilibrium will exist in between a solid substance and its vapor state. It is applied or it is applicable only in the case of sublime substance. നമ്മൾ സബ്ലിമേഷൻ പഠിച്ചിട്ടുണ്ട്. സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പോൾ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സോളിഡിനും ഗ്യാസിനും ഇടയ്ക്ക് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ എസ് സോളിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം. നമ്പർ 4, ഗ്യാസ് സൊല്യൂഷൻ ഇക്വിലിബ്രിയം. നമ്മൾ സോഡ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടാവും. സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ടറിൽ ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് സോഡ വാട്ടർ ആണെന്നും നമ്മൾ സപ്പോസ് സങ്കല്പിച്ചാൽ ഇതിനകത്ത് വാട്ടർ ഉണ്ട് പ്ലസ് CO2 ഉണ്ടാവും. ആ സൊല്യൂഷനകത്ത് കുറച്ച് ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് അൺഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് എബോവ് ദ സൊല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇങ്ങനെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്തോട്ട് ഡിസോൾവ് ചെയ്യും. അപ്പോൾ സൊല്യൂഷനകത്തുള്ളൊരു സബ്സ്റ്റൻസും ഉണ്ടാവും. ആ സൊല്യൂഷനുള്ള അതേ ഗ്യാസ് അൺഡിസോൾവ്ഡ് ഫോമിൽ മേളിലുണ്ടാവും. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് വിളിക്കാം? സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ പുറത്ത് ഡിസോൾവ് ചെയ്യാത്ത ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. ഡിസോൾവ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് മേളിലേക്ക് പോവുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സൊല്യൂഷനും ആ സൊല്യൂഷനിലുള്ള അൺഡിസോൾവ്ഡ് ഗ്യാസിനും ഇടയിലുള്ള ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്യാസ് സൊല്യൂഷൻ ഇക്വിലിബ്രിയം. ഓക്കെ, നമ്പർ 5, സോളിഡ് സൊല്യൂഷൻ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മളിപ്പോൾ NaCl സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കുറേ NaCl ഡിസോൾവ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ NaCl ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്തും പോവുകയും ചെയ്യാം. ഡിസോൾവ് ചെയ്ത് NaCl ദാറ്റ് ഈസ് അൺഡിസോൾവ് ആയിട്ട് പുറത്ത് വരികയും ചെയ്യാം. സെപ്പറേറ്റ് ആവുകയും ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂട്ടും അവിടെ അൺഡിസോൾവ് ആയിട്ട് കിടക്കുന്ന സൊല്യൂട്ടും തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിന് പറയുന്ന പേരാണ് സോളിഡ് സൊല്യൂഷൻ ഇക്വിലിബ്രിയം. അപ്പം നമുക്ക് പറയാൻ വേണമെങ്കിൽ NaCl aqueous, NaCl സോളിഡ്. ഓക്കെ, ഇതാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്കതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഓർക്കുക 5 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, ലിക്വിഡ് solid gas equilibrium, then liquid gas equilibrium, that is liquid vapor equilibrium, solid gas equilibrium, gas solution equilibrium, solid solution equilibrium. Clear ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് 2 ഡിഫറെൻറ്റ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് ഫിസിക്കൽ പ്രോസസ്സിലും കെമിക്കൽ പ്രോസസ്സിലും. പല ഫിസിക്കൽ പ്രോസസ്സിൽ നമ്മൾ എങ്ങനെ കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യും നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ കെമിക്കൽ പ്രോസസ്സിൽ ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയയിലേക്ക് പോവാണ്. ഓക്കെ, കെമിക്കൽ ഇക്വിലിബ്രിയം ആക്ച്വലി ഈ ഫിസിക്കൽ ഇക്വിലിബ്രിയം ആയാലും ശരി കെമിക്കൽ ഇക്വിലിബ്രിയം ആയാലും ശരി, ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സിബിൾ പ്രോസസ്. ദാറ്റ് ഈസ് 2 ഡിഫറെൻറ്റ് പ്രോസസ്, ദാറ്റ് ഈസ് ഡയറക്ഷനിലേക്ക് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം എന്ന കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കെമിക്കൽ പ്രോസസ്സിൽ ഈ പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ദ റിയാക്ഷൻ മസ്റ്റ് ബി എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ H2 പ്ലസ് I2 gives 2HI. ഓക്കെ, En2 plus 3H2 gives 2NH3. SO2 plus O2 gives 2SO3. CO plus O2 gives 2CO. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും കെമിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും സ്പീഡ്, അപ്പോൾ നമ്മളത് അതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 റിയാക്ഷൻസ് ഉണ്ട്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്നതിന് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നും തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ there will be a chemical reaction which is reversible in nature. അവിടെ റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും, ഇപ്പോൾ ഹൈഡ്രജൻ അയഡിൻ ഉണ്ട്, HI ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം വരെ ഇവരെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒരു ടൈം വരെ ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും HIൻ്റെയും കോൺസെൻട്രേഷൻ ഫ്ലെക്സിബിളാണ്, ചേഞ്ച് ആയിട്ടിരിക്കും. ബട്ട് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം there will be no change in concentration of hydrogen, iodine and HI. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു പർട്ടിക്കുലർ ടൈം വരെ ഈ പറഞ്ഞ റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ദർ വിൽ ബി നോ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് പറയാം ടൈമിനനുസരിച്ച് റിയാക്ടൻറ്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ ചേഞ്ച് ആകുന്നില്ല. ഓക്കെ, റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ആകാത്ത ആ സിറ്റുവേഷൻ നമുക്ക് എന്ത് വിളിക്കാം? കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, എങ്ങനെയാണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് നോക്കിക്കോ. ഞാനത് ഒരു റിയാക്ഷൻ സിമ്പിളായിട്ട് പറയാൻ പോവാം. നമുക്കിങ്ങനെ എടുക്കാം ഒരു റിയാക്ഷൻ, ദാറ്റ് ഈസ് R gives P. ഇങ്ങനെ എഴുതിയാൽ അത് ഇറിവേഴ്സിബിൾ റിയാക്ഷനായി ആണല്ലോ. ഞാൻ റിയാക്ഷൻ ഇങ്ങനെ എഴുതി, റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്നുണ്ട്. അതിൽ റിയാക്ടൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന പ്രോസസ്സ് നമ്മൾ എന്താ വിളിക്കുക? ഫോർവേഡ്. തിരിച്ച് പ്രോഡക്റ്റ് റിയാക്ടൻ്റായിട്ട് മാറുന്ന പ്രോസസ്സിനെയോ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. സോ ദിസ് ഇസ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ദിസ് ഇസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ? നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എടുക്കുകയാണ്. നമ്മൾ റിയാക്ഷൻസ് ജസ്റ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് റിയാക്ടൻസ് എടുത്തു. അപ്പോൾ റിയാക്ടൻസ് ഇങ്ങനെ പ്രോഡക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് മാറുകയും ചെയ്യണം, പ്രോഡക്റ്റ് റിയാക്ടൻ്റായിട്ട് മാറുകയും ചെയ്യണം. പക്ഷേ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഏത് പ്രോസസ്സ് മാത്രമേ നടക്കുകയുള്ളൂ? ഫോർവേഡ്. കാരണം ഇനിഷ്യലി നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റാർട്ടിങ്ങിൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റിയാക്ടൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവിടെ ഫോർവേഡും ബാക്ക്വേർഡും ഉണ്ട്. നമുക്ക് പറയാം ഒരു റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് അതിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷനിലായിരിക്കും.
അതായത് സ്റ്റാർട്ടിങ്ങിൽ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വിൽ ബി വെരി ഹൈ ഇൻ ദ ബിഗിനിങ് സ്റ്റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, സോ ഫോർവേഡ് റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ എ വെരി ഹൈ സ്പീഡ്. നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. തിരിച്ച് പ്രോഡക്റ്റ് റിയാക്ടൻ്റ്, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ മെല്ലെ മെല്ലെ നടന്നു വരുന്നതനുസരിച്ച് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ മെല്ലെ കുറയും, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടും അല്ലേ. ആസ് എ റിസൾട്ട് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റിയാക്ടൻസിൻ്റെ എമൗണ്ട് കുറയും, പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യും. അപ്പോൾ റിയാക്ടൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും കുറയും. ഇത് ഓർക്കുക, ഒരു റിയാക്ഷൻ്റെ സ്പീഡ് ആ പ്രോസസ്സിലുള്ള റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇഫ് ദ കോൺസെൻട്രേഷൻ ഈസ് ഹൈ ദെൻ ദ സ്പീഡ് ഈസ് ഓൾസോ വെരി ഹൈ. അപ്പോൾ അറ്റ് ദി ഇനിഷ്യൽ സ്റ്റേറ്റ് R കൂടുതലാണ്. ഓക്കെ, റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ എ വെരി ഹൈ സ്പീഡ്. ഇനിഷ്യൽ സ്റ്റേറ്റിൽ പ്രോഡക്റ്റ് ഉണ്ടാ ഇല്ല, അപ്പോൾ പ്രോഡക്റ്റ് ഇങ്ങനെ മെല്ലെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് ഇനിഷ്യലി വളരെ കുറവാണ്. അപ്പോൾ റിയാക്ഷൻ ഇങ്ങനെ മെല്ലെ നടന്നു വരുന്നതനുസരിച്ച് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് പ്രോഡക്റ്റ് ഇങ്ങനെ മെല്ലെ കൂടും. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് പ്രോസസ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, മെല്ലെ ഇൻക്രീസ് ചെയ്യും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആസ് എ റിയാക്ഷൻ പ്രൊസീഡ്സ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കുറയും, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ, ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, ഞാൻ ഇനി അങ്ങോട്ട് റേറ്റ് എന്നാ പറയാം, റേറ്റ് മീൻസ് സ്പീഡ്. അപ്പോൾ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ മെല്ലെ കുറയും, അതിൻ്റെ ഫലമായിട്ട് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡോ മെല്ലെ കുറയും. ഓക്കെ, ദെൻ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഇനിഷ്യലി വളരെ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. സമയത്തിനനുസരിച്ച് ആസ് ടൈം പ്രൊസീഡ്സ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യും. പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂടി വരുന്നതനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, മെല്ലെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഇൻ ദ കേസ് ഓഫ് എ റിവേഴ്സിബിൾ പ്രോസസ്, ഇനിഷ്യലി speed of forward reaction will be very high, speed of backward reaction is very less. Okay, as reaction proceeds concentration of reactants will decrease, so speed of forward reaction will decrease. Then product in the concentration increasing, as a result of that backward reaction the speed and the കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇത് ഫോർവേഡ് റിയാക്ഷൻ, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനിഷ്യലി ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറയും, ബാക്ക്വേർഡിൻ്റെ സ്പീഡ് ഇങ്ങനെ മെല്ലെ 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 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒന്ന് കുറഞ്ഞു വരും, ഒന്ന് കൂടിയും വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ രണ്ടുപേരുടെയും സ്പീഡ് ഒരേപോലെ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരാളിങ്ങനെ കുറഞ്ഞു വരികയും ചെയ്യും, ഒരാളിങ്ങനെ കൂടി വരികയും ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഫോർവേഡിൻ്റെ സ്പീഡും ബാക്ക്വേർഡിൻ്റെ സ്പീഡും ഒരേപോലെ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ കെമിക്കൽ പ്രോസസ്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ കണ്ടീഷൻ അറ്റ് വിച്ച് ദ സ്പീഡ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, അത് എന്തുകൊണ്ട് കോൺസെൻട്രേഷൻ ചേഞ്ച് ആകുന്നില്ല നമ്മൾ പറയും. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഒരു റിവേഴ്സിബിൾ പ്രോസസ് ദാറ്റ് ഇസ് കെമിക്കൽ പ്രോസസ്സ് നടന്നാൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണ്. ഓക്കെ, സോ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും വളരെ കൂടുതലായിരിക്കും. റിയാക്ഷൻ നടന്നു വരുന്നതനുസരിച്ച് റിയാക്ടൻസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും, പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, റിയാക്ടൻസ് കുറയുന്നതനുസരിച്ച് ഫോർവേഡിൻ്റെ സ്പീഡ് കുറയും, പ്രോഡക്റ്റ് കൂടുന്നതനുസരിച്ച് ബാക്ക്വേർഡിൻ്റെ സ്പീഡും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഫോർവേഡ് കുറഞ്ഞു ബാക്ക്വേർഡ് കൂടുകയും ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ രണ്ടുപേരുടെ സ്പീഡും ഒരേപോലെ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ അറ്റ് ഇക്വിലിബ്രിയം വി ക്യാൻ സേ a rate of forward reaction is equal to a rate of backward reaction. Rate of forward reaction becomes equal to rate of backward reaction. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കിക്കോ. ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്പീഡിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇക്വിലിബ്രിയം ആയപ്പോൾ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഒരേപോലെ ആയപ്പോൾ
ഇവിടെ ഒരു 20 റിയാക്ടൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 10 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 20 റിയാക്ടൻസും പ്രോഡക്റ്റ് 10 ആയപ്പോൾ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഒരേപോലെ ആയി. അപ്പോൾ റിയാക്ഷൻ എന്തായി? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയെന്ന് വിചാരിക്കും. മനസ്സിലായല്ലോ അല്ലേ? ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും അമൗണ്ട് ഒരേപോലെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് അങ്ങനെ ഒരു കണ്ടീഷൻ അങ്ങനെ മനസ്സിൽ വയ്ക്കരുത്. ഇവിടുത്തെയും അമൗണ്ട് ഒരേപോലെ ആകുകയല്ല ചെയ്യുന്നത്. ഓക്കെ, റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ഒരേപോലെ ആകുന്ന കണ്ടീഷൻ അല്ല ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, ഇവിടെയും അമൗണ്ട് ഒരേപോലെ ആവാം, ചിലപ്പോൾ അല്ലാണ്ടിരിക്കാം. പക്ഷെ നമ്മളെന്താ ഓർക്കണ്ടേ? ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഒരേപോലെ ആകുന്നു നോക്കാം. നമ്മൾ ആ പ്രോസസ്സിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം പറയുക. ഓക്കെ, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും സ്പീഡ് ഒരേപോലെയായി, റിയാക്ഷൻ ഇക്വിലിബ്രിയമായി. സപ്പോസ് ഇൻ ദിസ് റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയപ്പോൾ 20 റിയാക്ടൻസും 10 മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 20 മോൾസ് ഓഫ് റിയാക്ടൻസും 10 മോൾസ് ഓഫ് പ്രോഡക്ട്സും. റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും ഈക്വൽ അല്ലേ? ഓക്കെ, നമ്മൾ വേപ്പർ പ്രഷർ പറഞ്ഞപ്പോൾ ഒരു സംഭവം പറഞ്ഞു. അതായത് റേറ്റ് ഓഫ് ഇവോപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും സെയിം ആയാൽ 2 മോൾസ് ഓഫ് ലിക്വിഡ് വേപ്പറൈസ് ചെയ്താൽ അതേ സമയം 2 മോൾസ് ഓഫ് വേപ്പർ കണ്ടൻസ് ചെയ്ത് ലിക്വിഡായിട്ട് മാറും. അപ്പോൾ ഇവിടെയും റിയാക്ഷൻ എവിടെ എത്തി? ഇക്വിലിബ്രിയത്തിലെത്തി. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്പീഡും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്പീഡും ഒരുപോലെയാണ്. റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും ഒരുപോലെയാണ്. അപ്പോൾ 2 റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടുന്ന് 2 റിയാക്ടൻസ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 18ഉം ഇവിടെ 12ഉം ആയില്ലേ അല്ലേ? അറ്റ് ദി സെയിം ടൈം 2 പ്രോഡക്ട്സ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ബാക്ക് ടു റിയാക്ടൻസ്. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും ഒരേപോലെ ആയി എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുന്ന റിയാക്ടൻസിൻ്റെ അമൗണ്ടും അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റിൻ്റെ അമൗണ്ടും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് 2 മോൾസ് ഓഫ് റിയാക്ടൻ്റ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്താൽ അതേ സമയം തന്നെ 2 മോൾസ് ഓഫ് പ്രോഡക്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? റിയാക്ടൻ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വീണ്ടും 10 ഇവിടെ എന്തായി? ഇവിടെ റിയാക്ടൻസിൻ്റെ മോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സ്റ്റിൽ ഇറ്റ് ഈസ് 20. ഇവിടെ എത്രയാ? 10. മനസ്സിലാവുന്നുണ്ടല്ലോ? വീണ്ടും നടക്കും റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. റിയാക്ഷൻ വിൽ കണ്ടിന്യൂ. നമ്മളിപ്പോൾ എത്ര സമയം വെച്ചിരുന്നാലും ആ റിയാക്ഷൻ ഇങ്ങനെ നടന്നിട്ടേയിരിക്കും. പക്ഷേ സിൻസ് ബോത്ത് ദ റിയാക്ഷൻസ് ഹാപ്പൻസ് അറ്റ് ദി സെയിം സ്പീഡ്, ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സ്പീഡിൽ നടക്കുന്നത് കാരണം ഈ 2 പേരുടെയും അമൗണ്ട് പിന്നെ ചേഞ്ച് ആവത്തില്ല. ഓക്കെ, ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്താണോ കോൺസെൻട്രേഷൻ അതാണ് ഓർക്കേണ്ടത്. ഇക്വിലിബ്രിയം ആകുമ്പോൾ റിയാക്ടൻസിനും പ്രോഡക്റ്റിനും എന്താണോ കോൺസെൻട്രേഷൻ, ദാറ്റ് കോൺസെൻട്രേഷൻ വിൽ റിമൈൻ അൺചേഞ്ച്ഡ്. ഓക്കെ, ആഫ്റ്റർ ഇക്വിലിബ്രിയം the concentration of reactants as well as products remains constant or remains unchanged. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുമ്പോൾ there will be a state or a condition at which rate of forward reaction will become equal to rate of backward. ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഈക്വൽ ആകുന്ന കണ്ടീഷനാണ് ഇക്വിലിബ്രിയം പ്രോസസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ റീച്ചിങ് ഇക്വിലിബ്രിയം ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് വിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഓർ വിൽ റിമൈൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ? ഏതെങ്കിലും ഒരു മെഷറബിൾ പ്രോപ്പർട്ടി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പ്രോസസ്സ് എത്തിക്കഴിഞ്ഞ ശേഷം എന്ത് സംഭവിക്കും? റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനും ചേഞ്ച് ആവില്ല, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ചേഞ്ച് ആവില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് റിയാക്ഷൻ ഇല്ല എന്ന് പറയരുത്. അറ്റ് ഇക്വിലിബ്രിയം റിയാക്ഷൻ നെവർ സ്റ്റോപ്സ്. ഒരു കാരണവശാലും റിയാക്ഷൻ സ്റ്റോപ്പ് ആവില്ല. റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ഈക്വൽ എമൗണ്ട്. 2 റിയാക്ഷനും, ദാറ്റ് ഇസ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈക്വൽ സ്പീഡിൽ നടക്കുന്ന കാരണം ഈ 2 സ്ഥലത്തും കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല. ഇതാണ് ഇക്വിലിബ്രിയത്തിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഫോർവേഡും ബാക്ക്വേർഡും ഈക്വലായി, ഫോർവേഡും ബാക്ക്വേർഡും ഈക്വൽ സ്പീഡിൽ നടക്കുന്നത് കാരണം ആഫ്റ്റർ ഇക്വിലിബ്രിയം ദെയർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇൻ ദ കേസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയരുത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല.
ക്ലിയർ ആണല്ലോ? ഇക്വിലിബ്രിയത്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്കിതിങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്ക്. ഇതാണ് റിയാക്ഷൻ. ആർ ഗിവ്സ് പി. റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഓക്കെ, ഞാനൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ടൈം, റേറ്റ്. റേറ്റ് നമ്മൾ വേറൊരു പേര് എന്താ പറയുക? സ്പീഡ്. അപ്പം നമ്മൾ ഈ റിയാക്ഷനിൽ രണ്ട് പ്രോസസ്സ് ഉണ്ട് നമുക്കറിയാം. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. ആ രണ്ടുപേരുടെയും സ്പീഡ് ഞാൻ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാം. സോ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് റേറ്റ് ഈസ് പ്ലോട്ടഡ് അഗൈൻസ്റ്റ് ടൈം. ടൈം സീറോയാണ്. ദാറ്റ് ഈസ് നമ്മൾ റിയാക്ഷൻ തുടങ്ങാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഈ ടൈം ദാറ്റ് ഈസ് സീറോ ടൈമിൽ that is the rate of forward reaction will be very high. Okay, as time proceeds, what's happened to the speed of forward reaction? It slowly decreases. But this is how speed of forward reaction changes with time. മനസ്സിലായല്ലോ? ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് ടൈമിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് ഇനിഷ്യലി സീറോ അല്ലേ? ആസ് ടൈം പ്രൊസീഡ്സ് ബാക്ക്വേർഡിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ 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 ഇൻക്രീസ് ചെയ്തു. ഇതിങ്ങനെ. ഓക്കെ, ഇതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. അതായത് ദിസ് ഈസ് ഹൗ ദ സ്പീഡ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്, ദിസ് ഈസ് ഹൗ സ്പീഡ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ടൈം. സോ ദിസ് ഗ്രാഫ് ഷോസ് ദ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ബാക്ക്വേർഡ് ഇൻക്രീസും ചെയ്തു, ഫോർവേഡ് ഡിക്രീസും ചെയ്തു. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കിക്കോ, നമുക്ക് ഫോർവേഡും ബാക്ക്വേർഡും തിരിച്ചറിയാൻ പറ്റില്ല. അതായത് രണ്ടുപേരും ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് സിറ്റുവേഷൻ, ഈ കണ്ടീഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം വാട്ട് ഹാപ്പൻസ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി ദ സെയിം. ദെൻ ഒരു സിമ്പിൾ റിയാക്ഷൻ കൊടുക്കാം. 2NO2 gives N2O4. ഇങ്ങനൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് റിയാക്ടൻ്റ്, ഇത് പ്രോഡക്റ്റ്. ഞാൻ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് ടൈം എടുക്കാൻ പോവാം. ഇതെന്തിൻ്റെ ഗ്രാഫായിരുന്നു? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഫോർവേഡിൻ്റെ സ്പീഡ് കുറഞ്ഞു, ബാക്ക്വേർഡ് കൂടി, ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ രണ്ടും ഈക്വലായി. ഇനി ഞാൻ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് ടൈം റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ y ആക്സിസിൽ ഞാൻ കോൺസെൻട്രേഷൻ എടുത്തു. NO2 റിയാക്ടൻ്റ് അല്ലേ? ഇത് ഫോർവേഡ് റിയാക്ഷൻ, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ. NO2 റിയാക്ടൻറ്റും N2O4 പ്രോഡക്റ്റുമാണ്. അപ്പോൾ NO2ൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ആസ് ടൈം പ്രൊസീഡ്സ് NO2ൻ്റെ കോൺസെൻട്രേഷൻ മെല്ലെ മെല്ലെ കുറയും. N2O4ൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. സോ NO2ൻ്റെ കോൺസെൻട്രേഷൻ ഇനിഷ്യലി വളരെ കൂടുതലാണ്. ടൈമിനനുസരിച്ച് അതെന്ത് ചെയ്യും? മെല്ലെ കുറയും. സോ ദിസ് ഈസ് ഹൗ ദ കോൺസെൻട്രേഷൻ ഓഫ് NO2 ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. N2O4 ഇനിഷ്യലി സീറോയാണ്. ഓക്കെ, ആ സീറോ കോൺസെൻട്രേഷനുള്ള N2O4 എന്ത് ചെയ്യും? ടൈമിനനുസരിച്ച് ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരുന്നു, ഇതിങ്ങനെ കൂടി വരുന്നു. പക്ഷെ നമുക്കൊരു ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ കുറയണു, ഇതിങ്ങനെ കൂടുന്നു. പക്ഷേ ഈ ടൈമിന് ശേഷം, ഈ ഒരു പർട്ടിക്കുലർ ടൈം നോക്കിക്കോ, അതിനുശേഷം ഇതിങ്ങനെ പോകുന്നുണ്ട്, ഇതിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് ശരിക്കും മനസ്സിലാക്കിക്കോ. ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഈ പൊസിഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഇക്വിലിബ്രിയം പൊസിഷൻ എത്തിക്കഴിഞ്ഞ ശേഷം NO2ൻ്റെ ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് N2O4. ഓക്കെ, ദിസ് ഇസ് ഈ ഗ്രാഫ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? NO2ൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇത് N2O4ൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഈ സമയത്ത് NO2ൻ്റെയും N2O4ൻ്റെയും കോൺസെൻട്രേഷൻസ് ഒരിക്കലും ഈക്വൽ അല്ല. പക്ഷേ ഈ ടൈമിൽ എന്താണോ അവരുടെ കോൺസെൻട്രേഷൻ, ദാറ്റ് കോൺസെൻട്രേഷൻ വിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. പിന്നെ അതങ്ങോട്ട് ഇത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുന്നുമില്ല, ഇത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറയണമില്ല. അതായത് ഈ സമയത്തിന് ശേഷം രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഈ പൊസിഷനിൽ എന്താണോ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയി പോവാം. ദാറ്റ് ഈസ് വാട്ട് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ രണ്ട് റെപ്രസെൻറ്റേഷനാണ്. ഇത്
റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും എപ്പോൾ ഈക്വൽ ആകുന്നുണ്ടോ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഈക്വിലിബ്രിയം എന്ന് വിളിക്കും. ഇവിടെ നമുക്ക് എന്ത് പറയാം? ദർ ഇസ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ആഫ്റ്റർ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് N2O4, കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. പിന്നെ ടൈമിനനുസരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ടേ. പിന്നെ ടൈം കൂടുന്നതനുസരിച്ച് NO2ൻ്റെ കോൺസെൻട്രേഷൻ കുറയണമില്ല, N2O4ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നുമില്ല. ദാറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇസ് വാട്ട്? ഈക്വിലിബ്രിയം. അപ്പോൾ ഈക്വിലിബ്രിയം എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനാണ് ഈക്വിലിബ്രിയത്തിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈക്വിലിബ്രിയത്തിൻ്റെ ഫീച്ചേഴ്സ്? കൂടുതൽ ഡിസ്കഷൻ അബൌട്ട് ഈക്വിലിബ്രിയം ക്യാൻ ബി ഡൺ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, താങ്ക് യു.